പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാനിവിടെ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ആയുർവേദത്തിലെ വാർദ്ധക്യ ചികിത്സ. വാർദ്ധക്യം എന്നത് നാം ആരും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു ജീവിതത്തിൻ്റെ കാലഘട്ടമാണ് അല്ലേ? കുട്ടിക്കാലം മുതൽ നമുക്കറിയാം, മുത്തശ്ശൻ അല്ലെങ്കിൽ മുത്തശ്ശി, അപ്പൂപ്പൻ, അമ്മൂമ്മ എന്ന് പറയുന്നത് അവരുടെ ചെയ്തികളെ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെ എത്ര വിലപ്പെട്ടതാണെങ്കിലും അനുസരിക്കാനുള്ള ഒരു താല്പര്യമില്ലായ്ക, അത് വാർദ്ധക്യം പലർക്കും ഒരു ഭാരമാണ്. സ്വയം ആ വ്യക്തിക്കും കുടുംബത്തിനും ഭാരമാവുന്ന അവസ്ഥ ധാരാളം നാം കാണുന്നുണ്ട്. അവർ പ്രത്യേകിച്ച് വലിയ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കിടപ്പിലാവുന്ന ഒരവസ്ഥയാണെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥ വരാത്ത വിധം ഒരു വ്യക്തിയെ ഉള്ള ആയുസ് വരെ പരിപൂർണ ആരോഗ്യത്തിലിരുത്താൻ വേണ്ട ഉപാധികൾ നിർദ്ദേശിക്കുന്ന ആയുർവേദത്തിലെ ഏറ്റവും ലളിതമായിട്ടുള്ള ചികിത്സാ വിഭാഗമാണ് ജരാ ചികിത്സാ വിഭാഗം അഥവാ ജെറിയാട്രിക് ട്രീറ്റ്മെൻറ്റ്. അതിൽ ഒരു പ്രത്യേകിച്ച് 60 വയസ്സിന് ശേഷമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. അതിനു മുൻപ് 50 കഴിയുമ്പോൾ മുതൽ വാർദ്ധക്യത്തിലേക്കുള്ളൊരു കാൽച്ചുവട് വയ്ക്കുകയായി. അപ്പോൾ 50 വയസ്സിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് അതിനെ തടയാൻ വേണ്ട, ആ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതിനെ തടയാൻ വേണ്ട ഉപാധികൾ, അതായത് ആയുർവേദത്തിലെ പ്രത്യേക രസായന ചികിത്സാ വിഭാഗം, ഓരോ വ്യക്തിക്ക് അനുസരിച്ച്, അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച്, പാവങ്ങൾക്കാണെങ്കിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രസായനങ്ങളുണ്ട്, ജലരസായനം, തിലരസായനം എന്നൊക്കെ പറഞ്ഞു. ധാരാളം ധനസ്ഥിതിയുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ശരാശരി വിഭാഗത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ അനുസരിച്ച രസായനങ്ങൾ എല്ലാ വിധത്തിലുള്ളതും ആയുർവേദത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നു. അത് 50 വയസ്സിന് ശേഷം ഓരോരുത്തരും അവരവർക്ക് വേണ്ടത്, അവർക്ക് പ്രത്യേകിച്ച് പ്രമേഹം, പ്രഷർ, രക്താതിസാന്ദ്രത, കൊളസ്ട്രോൾ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനെ ചികിത്സിച്ച് മാറ്റിയിട്ട് പിന്നീട് ഈ രസായന ചികിത്സ അല്പകാലം ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അവർക്ക് ആ വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വെക്കേണ്ടി വരുന്നില്ല. അവിടെ വെച്ച് ആ രസായന ഗുണം അവർക്ക് കിട്ടുകയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. 60 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് പിന്നീടുള്ള ഓരോ ചുവടും നമുക്കറിയാം, 50 വയസ്സിന് മുൻപ് ശരീരത്തിലെ ഓരോ കോശങ്ങളുടെയും ആ കോശങ്ങൾ നശിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ തോത് ഒരു സമാസമമാണ്. 50 വയസ്സിന് ശേഷമാവുമ്പോൾ അത് ഒരു ഇരട്ടി കോശങ്ങൾ നശിക്കുമ്പോൾ അതിൽ പകുതി കോശങ്ങളാണ് വീണ്ടും പുനർജീവിക്കുന്നുള്ളൂ. അപ്പോഴാണ് ആ വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. 60 വയസ്സിന് ശേഷമാകുമ്പോൾ അത് 3 ഇരട്ടി കോശങ്ങൾ നശിച്ചു പോകുമ്പോൾ ഒരു ഭാഗം മാത്രമാണ് ജീവിച്ചു വരുന്നത്. അപ്പോൾ ത്വക്കിൽ ചുളിവ് വീഴുന്നു, അവയവങ്ങളുടെ ശിഥിലത, വേണ്ടത്ര ഹോർമോൺ എൻസൈമുകൾ ശരീരത്തിൽ ഉണ്ടാവുന്നില്ല. 45 വയസ്സിന് ശേഷം 55 വയസ്സ് വരെയാണെങ്കിൽ സ്ത്രീകൾക്ക് ആർത്തവവിരാമകാലം, ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് വളരെയധികം കുറയുന്നു. അതോടൊപ്പം ഈ വിധത്തിലുള്ള കോശങ്ങളുടെ പുനർനിർമ്മാണവും കുറയുമ്പോൾ വളരെ വേഗം അതോടുകൂടി അവർക്ക് വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയാണ്. പുരുഷന്മാർക്കാണെങ്കിൽ മിക്കവാറും അതൊരു 55 മുതൽ 65 വയസ്സ് വരെയാണ് പൗരുഷ വിരാമകാലം എന്ന് പറയുന്നത്. അപ്പോഴും അവർക്കാണെങ്കിലും ഈ 50-ന് ശേഷം എടുക്കുന്ന ഈ രസായന ചികിത്സ ഈ വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് പരമാവധി ചുരുക്കാൻ കഴിയും. അങ്ങനെ നമുക്കും മറ്റുള്ളവർക്കും ഭാരമാകാത്ത വിധത്തിൽ ഒരു വാനപ്രസ്ഥ ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാവർക്കും ഒരു വഴിവിളക്കാവുന്ന വിധത്തിൽ നല്ലൊരു ജീവിതം അവസാനം വരെ, മോക്ഷപ്രാപ്തി വരെ, അതായത് മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഈ രസായന വിഭാഗം. ഞാൻ പറഞ്ഞല്ലോ, രസായനം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. രസായനം കൊണ്ട് എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നതെന്ന് അതറിയുമ്പോഴാണ് അതിൻ്റെ വൈശിഷ്ട്യം നിങ്ങൾക്ക് മനസ്സിലാവുക. അതായത് ദീർഘമായു, സ്മൃതി, മേധാം, ആരോഗ്യം, തരുണം, വയ. ദീർഘമായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുസ്സിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ ഓരോരുത്തർക്കും ഒരു കൃത്യമായിട്ടുള്ള ആയുസ് ഉണ്ടായിരിക്കും. അതുവരെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുക എന്ന് മനസ്സിലാക്കിയാൽ മതി. സ്മൃതി, അതായത് ഓർമ്മശക്തി അതുവരെയും നിലനിർത്തുക. മേധാം, ആരോഗ്യം, തരുണം, വയ. മേധ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിശക്തിയെ, കാര്യഗ്രഹണശേഷിയെ, എല്ലാ കാര്യങ്ങളെയും അതുപോലെ നിലനിർത്താൻ കഴിയുക. നമുക്കറിയാം, ചില ശാസ്ത്രജ്ഞന്മാരൊക്കെ 60, 70, 80 വയസ്സൊക്കെ ആയിട്ടും അവരുടെ കർമ്മ നിർവഹണം ഒട്ടും തന്നെ കുറയ്ക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ധാരാളം പേരെ നമുക്കറിയാം. അവരൊക്കെ ഈ വിധത്തിലുള്ള രസായന ചികിത്സയും കൂടി എല്ലാ വിധത്തിലും ചെയ്യുന്നവരാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നീട് പറയുന്നത് പ്രഭാവർണ്ണ സ്വരൗദാര്യം ദേഹേന്ദ്രിയ ബലപ്രദം. പ്രഭ, ശരീരത്തിന്റെ പ്രഭ, സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു, പ്രഭയെ വർദ്ധിപ്പിക്കുന്നു. വർണ്ണമാണ്, വർണ്ണത്തെ സ്വരൗദാര്യം, സ്വരൗദാര്യത്തിൽ സ്വരമാധുരി നിലനിർത്തുന്നു. പലർക്കും 50 വയസ്സൊക്കെ കഴിയുമ്പോൾ തൊട്ട് സംസാരം കുഴഞ്ഞു വരുന്നത് കാണാം, പ്രത്യേകിച്ച് പല്ലൊക്കെ കൊഴിയാൻ തുടങ്ങിയാൽ. അപ്പോൾ പല്ലൊന്നും കൊഴിയുന്നില്ല എന്നുള്ളതും കൂടി ഇതിന്റെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് കേട്ടോ. രസായന ചികിത്സ ചെയ്യുകയാണെങ്കിൽ പല്ലൊന്നും കൊഴിയില്ല. അപ്പോൾ
ആ ഒരു സ്വരൗദാര്യം, സ്വരമാധുരി അവർക്ക് എന്നും ഒരുപോലെ നിലനിർത്താൻ കഴിയും. ദേഹത്തിലെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പഞ്ചകർമ്മേന്ദ്രിയങ്ങളുണ്ട്, പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. അതായത് കാഴ്ച, കേൾവി, ഓർമ്മ, ബുദ്ധി, നാക്കിന്റെ ടേസ്റ്റ് അറിയാനുള്ള മുകുളങ്ങളുടെ ശേഷി, ഇതെല്ലാം നിലനിർത്തുന്ന ഒരു കഴിവും കൂടി ഈ രസായന ഔഷധങ്ങൾക്കുണ്ട്. അതോടൊപ്പം വാക്സിദ്ധിം വൃഷതാം കാന്തി മവാപ്നോതി രസായനാത്. ഈ രസായന ഔഷധങ്ങൾ കഴിക്കുമ്പോൾ വാക്സിദ്ധി എന്ന് പറയുന്നത് വേണ്ട സമയത്ത് കൃത്യമായിട്ട് സംസാരിക്കാനുള്ള ഒരു ശേഷി, കാന്തി, നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള എല്ലാ വിധത്തിലുള്ള ആരോഗ്യവും സൗന്ദര്യവും ഇതെല്ലാം കൂടി ഉണ്ടാക്കുന്ന ഔഷധങ്ങളാണ് ആയുർവേദത്തിലെ രസായന ഔഷധങ്ങൾ. അപ്പോൾ ഈ രസായന ഔഷധ സേവ ഓരോരുത്തരും അവരവർക്ക് വേണ്ട വിധം ശീലിക്കണം. അത് 50 വയസ്സൊക്കെ 45-50 വയസ്സാകുമ്പോൾ മുതൽ ശീലിക്കണം എന്നാണ് ആയുർവേദം പറയുന്നത്. ആയതിനാൽ ഇത്രയും ശ്രേഷ്ഠവും ലളിതവും ദോഷരഹിതവുമായ ആയുർവേദത്തിലെ ഈ പുനരുജ്ജീവന ചികിത്സാ വിധികൾ അഥവാ റിജുവനേഷൻ തെറാപ്പി വാർദ്ധക്യത്തിലേക്ക് കാലൂന്നാൻ പോകുന്ന അഥവാ 50നോടടുത്ത ഓരോരുത്തരും അവരവർക്ക് അനുയോജ്യമായവ വിദഗ്ധ വൈദ്യ നിർദ്ദേശാനുസരണം സ്വായത്തമാക്കി വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകളെ തടയേണ്ടതും, അതോടൊപ്പം വാർദ്ധക്യത്തിലേക്ക് കടന്നവരാകട്ടെ അവർക്കുള്ള വ്യാധികൾ ചികിത്സിച്ചു മാറ്റുന്നതിനൊപ്പം യുക്തമായ രസായന ചികിത്സകൾ ചെയ്ത് ജീവിത അന്ത്യം വരെ മറ്റാർക്കും ഭാരമാകാതെ മറിച്ച് വരും തലമുറയ്ക്ക് താങ്ങും ഒപ്പം മാതൃകയുമായി ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നതിന് ആയുർവേദത്തിലെ ഈ ശാസ്ത്രഭാഗം പ്രയോജനപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.